ചേലക്കരയുടെ ചുവപ്പ് മായുന്നില്ല. ഒരിക്കൽ കൂടി ചുവന്ന് തുടുത്തിരിക്കുകയാണ്. എന്റെ കൂടെ ഉള്ളത് CPIയുടെ ജില്ലാ സെക്രട്ടറി വത്സരാജാണ്. നമുക്ക് വത്സരാജനോട് സംസാരിക്കാം. സഖാവേ, ആലപ്പുഴയിലെ MP-യും AICC അംഗവുമായിട്ടുള്ള KC വേണുഗോപാൽ പറഞ്ഞിരുന്നത് ചേലക്കരയാണ് യഥാർത്ഥ മത്സരം, കേരളത്തിന്റെ ഭരണവിരുദ്ധത ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ പോവുകയാണ്, ചേലക്കരയാണ് യഥാർത്ഥ മത്സരം എന്നാണ് പറഞ്ഞത്. അതിന്റെ ഫലമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ പ്രസ്താവന? അല്ല, അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ നിലവിലുള്ള സീറ്റ് കൂടുതൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയത്തിലൂടെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും KPCCയും AICCയും ഒക്കെ അവകാശപ്പെട്ടത് ചേലക്കരയിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗം നാട്ടിലുണ്ട്, അതിന്റെ പ്രതിഫലനം ചേലക്കരയിൽ ഉണ്ടാവുന്നതാണ് അവരൊക്കെ അവകാശപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ണാണ് ചേലക്കര മണ്ണ് എന്ന കാര്യം ഈ UR പ്രദീപിന്റെ വമ്പിച്ച വിജയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ ജില്ലയിൽ സഖാവിന്റെ ജില്ലയിലാണത്. ഈ മണ്ഡലം ടെൻഷൻ ഉണ്ടായിരുന്നോ? അത്രയ്ക്കധികം ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് നേരിട്ട് പോയ ഒരാളെന്ന നിലയ്ക്ക് 4 കോടി രൂപ എടുത്തിട്ടാണ് അവർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്. അത്രയും ഓളം പുറത്ത് ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടില്ല. അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് UDF ആണെന്നായിരുന്നു. ആശങ്കയുണ്ടായിരുന്നു? സത്യം പറയും. ഒരാശങ്കയുണ്ടായിരുന്നില്ല. ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇവന്റ് മാനേജ്മെന്റിന്റെ രീതിയിലൂടെ വലിയ പണം ചെലവഴിച്ച് വലിയ പ്രചരണവും വലിയ തോതിലുള്ള മറ്റ് പരസ്യ പ്രചാരണങ്ങളും സംഘടിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് വലിയ യോഗങ്ങളോ വണ്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. ഇടതുപക്ഷം അവിടെ അതിന് നിലവിലുള്ള ഒരു സംഘടനാ സംവിധാനവും തെരഞ്ഞെടുപ്പ് രീതിയുണ്ട് ഇടതുപക്ഷത്തെ. അതതിന്റെ ബൂത്ത് അടിസ്ഥാനത്തിലും ബൂത്തിന് താഴെ വരുന്ന സ്ക്വാഡുകളും അതുപോലെ തന്നെ കുടുംബ യോഗങ്ങളും, അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു ഇലക്ഷൻ സംഘടനാ മെഷീനറി ഉണ്ട്. അത് ആദ്യ അവസാനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കരയുടെ മണ്ണിൽ സാധ്യമായിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ അതിന്റെ കൺവെൻഷൻ മുതൽ സമാപനത്തിലെ കുട്ടിക്കലാശം വരെയുള്ള എല്ലാ പ്രവർത്തനത്തിലും നല്ല രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെയും വോട്ടർമാരെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ട് സമാഹരിക്കുന്ന പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു ടെൻഷനും ഇതും ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. താങ്കൾ ഈ ജില്ലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വളർന്നു വലുതായ ഒരാളാണ്. താങ്കൾക്ക് ചേലക്കരയെ അറിയാം. 28 വർഷം മുമ്പ് ഒരു ചേലക്കരയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലുപരി അതിലൊരു ചേലക്കരയ്ക്ക് ഒരു ഇടതുപക്ഷ മനസ്സുണ്ടായിട്ടുണ്ടോ? ചോദ്യം വ്യക്തമാണെന്ന് തോന്നുന്നു. ചേലക്കര നിങ്ങൾ പറഞ്ഞ 96 മുതലാണ് സ്ഥായിയായ ഒരു രാഷ്ട്രീയ മാറ്റം ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പും ചേലക്കരയിൽ ഇടതുപക്ഷം ജയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്ഥിരമായി ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം എന്ന രീതിയിലേക്ക് വരുന്നത് 96 മുതലാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ട്. നമുക്കറിയാം, ബാബറി മസ്ജിദ് ഇഷ്യൂക്കെ ഉണ്ടായതിനെ തുടർന്ന് ചേലക്കര മണ്ഡലത്തിലെ മൈനോറിറ്റിക്കകത്തൊരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് നിന്നിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ജനവിഭാഗങ്ങളിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തിലേക്ക് വരുന്ന ഒരു ചേഞ്ചാണ് ചേലക്കരയിൽ 96 മുതൽ സ്ഥായിയായ ഇടതുപക്ഷത്തിന്റെ ഒരു മണ്ഡലം എന്ന ദിശയിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ സഖാവ് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജനപ്രതിനിധി, UR പ്രദീപ് എന്ന് പറയുന്ന ജനപ്രതിനിധി, എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുത്ത വളരെ നിഷ്കളങ്കമായ തന്റെ സത്യസന്ധമായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് കുടിയേറിയവരാണ് ഈ 2 ജനപ്രതിനിധികളും. ആ പ്രവർത്തനവും അതേപോലെ തന്നെ 96 മുതൽ ചേലക്കരയിൽ ഉണ്ടാക്കിയ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇത് ജനങ്ങൾക്ക് നല്ല പോലെ ബോധ്യമാണ് എന്നുള്ളതാണ് സ്ഥിരമായ ഒരു LDF മണ്ഡലം എന്ന രീതിയിലേക്ക് മാറി. കോൺഗ്രസ്സുകാരൊക്കെ നടത്തിയ രാധേട്ടനെ പറഞ്ഞു വിട്ടത് ചേലക്കരക്ക് അമർഷം ഉണ്ടാക്കിയോ? അങ്ങനെ തങ്ങളുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചെന്ന രീതിയിൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ല. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കേഡറെ അവിടെ ജില്ലാ കൗൺസിലിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാധാകൃഷ്ണൻ വരുന്നത്. ജില്ലാ കൗൺസിൽ മെമ്പറായി, പിന്നെ MLA ആയി, പിന്നെ സ്പീക്കറായി, അതുപോലെ തന്നെ മന്ത്രിയായി,
എല്ലാ അർത്ഥത്തിലും CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലുള്ള സ്ഥാനം വരെ സഖാവ് രാധാകൃഷ്ണൻ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PKS-ന്റെ ദേശീയ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുകയാണ്. അത്തരം ഒരാൾ പാർലമെന്റിൽ വരണം എന്ന് ആ പാർട്ടി തീരുമാനിക്കുന്നത് ഏറ്റവും വലിയ പരിഗണനയായിട്ടാണ് ആളുകൾ അതിനെ കാണുക. അതല്ലാതെ രാധാകൃഷ്ണൻ ഏതെങ്കിലും രീതിയിൽ തന്നെയാണ്, അവർക്ക് അഭിമാനം തന്നെയാണ്. അല്ലല്ല, രാധാകൃഷ്ണൻ പാർലമെന്റിലെ CPIM-ന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അയാൾ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്.